നാട്ടിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസം വിഷു ആയിരുന്നു. ഞാനും ചിപ്പിയും കുഞ്ഞുസും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. നമ്മളെ വീട്ടിൽ ചെറിയൊരു വിഷുക്കണിയൊക്കെ നമ്മൾ ഒരുക്കിയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിഷു ആഘോഷിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിയത് നാട്ടിൽ. സത്യം പറഞ്ഞാൽ തലേദിവസത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നല്ല ടയർഡായിരുന്നു. കടയിൽ പോയിട്ട് കിട്ടിയ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വെച്ച് ചെറിയൊരു കണി നമ്മൾ വീട്ടിലൊരുക്കിയായിരുന്നു. ഇത് ചായം ദേവീക്ഷേത്രം. മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എൻ്റെ വീടിനടുത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു ഈ അമ്പലത്തിൽ ഉത്സവം. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. നല്ല അടിപൊളി വിഷുക്കണിയൊക്കെ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ വിഷുവും ഓണവും ക്രിസ്മസ് ഒക്കെ അന്യനാടുകളിലായിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ വിഷു കൂടാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിയത്. ചായം ദേവീക്ഷേത്രത്തിൽ പോയതിനു ശേഷം നമ്മളെ വീടിനടുത്തുള്ള വേറൊരു അമ്പലമാണ് ചായം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതെന്റെ നാട്ടിൽ വീടിനടുത്തുള്ള ഒരു മുരുകൻ കോവിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീടിനടുത്തുള്ള ശിവൻകോവിലും കൂടെ പോയായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ വീടിനടുത്തുള്ള അടിപൊളി നാടാണ് വിതുര. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ നേരെ പോയത് ചിപ്പിയുടെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ചിപ്പിയുടെ വീട്ടിലേക്ക്. പിന്നെ അയർലൻഡിൽ മാത്രമല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള എൻ്റെ നാട്ടിലുണ്ട് നല്ല പച്ചപ്പും ഹരിതാപവും നാട്ടും പ്രദേശമൊക്കെ. രാവിലെ എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് നേരെ ചിപ്പിയുടെ വീട്ടിൽ പോയി നല്ല ചൂടപ്പവും കിഴങ്ങേറിയും കഴിച്ച്. വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് അയർലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ആദ്യം പോയത് ദിനു ബേക്കറിയിലാണ്. എൻ്റെ നാട് വിതുരയിൽ കൊപ്പത്തുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ബേക്കറിയാണ് ദിനു ബേക്കറി. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ്. അടിപൊളി ബട്ടർ ബന്നും സ്വീറ്റ് നാനും കപ്പ് കേക്കും മുട്ട പപ്സും ഇതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയാവും. ഞാൻ വർഷങ്ങളായിട്ട് ബേക്കറി ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസിൻ്റെ കൊതി എനിക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കഴിക്കണമെന്ന് തോന്നിയ എല്ലാ സാധനങ്ങളും മേടിച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയിട്ട് തിരിച്ചു പോയപ്പം ഇവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടാണ് പോയത്. അതിൽ ബാലുഷ എന്ന് പറഞ്ഞൊരു സ്വീറ്റ്സ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്രാവശ്യം ലീവിന് വന്നപ്പം ഞാൻ കൂടെ ഉള്ളവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച്. അപ്പോൾ എല്ലാവർക്കും ബാലുഷ മതിയെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഈ ബാലുഷ എന്ന് പറയുന്ന സ്വീറ്റ്സ് ബാദുഷ എന്നൊക്കെ അറിയപ്പെടും. അതത്ര പോപ്പുലർ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു 10-30 ബാലുഷ മേടിച്ചിട്ടാണ് തിരിച്ചു പോയത്. Yes. I'm going to India tomorrow. So do you need anything from India when I come back? I would like balush. Balusha? Yeah. You like balusha? Oh, yeah. ഇത് നമ്മുടെ ഹെഡ് ബേക്കർ ദയാനാണ്. അവനാണ് ബാലുഷ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഏറെക്കുറെ സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഞാനും ചിപ്പിയും കൂടെ പാക്കിങ് തുടങ്ങി. പോകുന്നതിന്റെ തലേദിവസമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിലുണ്ടായിരുന്ന 3 ദിവസം സത്യം പറഞ്ഞാൽ നല്ല ഓട്ടോ ആയിരുന്നു. ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഉച്ചയോടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഐഷു വന്നായിരുന്നു വീട്ടിൽ. മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഐഷുവിനെ. ഐഷു അയർലൻഡിൽ ചിപ്പിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം നാട്ടിൽ ലീവിന് നിന്നിട്ടുണ്ട്. അങ്ങനെ ഐഷുവിനെ നമ്മളെ നാട് വിതുരേക്ക് ഒന്ന് കൊണ്ട് കറക്കി വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു സെൽഫി എടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിറ്റേ ദിവസം രാത്രി 9 മണിക്കായിരുന്നു തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.